കനൽ പെയ്യുന്ന ഈ വേനലിലും പച്ചപ്പിനോടുള്ള വാശി പോലെ ഞാൻ ചെയ്യുന്ന എന്റെ കൃഷിപ്പണികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയെ മാത്രം നോക്കിയിരുന്നാൽ നമ്മുടെ കൃഷിയിടത്തിലെ പല പണികളും നടക്കില്ലല്ലോ. കഴിഞ്ഞ 2 ദിവസത്തെ സായാഹ്ന വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മരച്ചീനയുടെ ചുവട്ടിലെ കളകളൊക്കെ ഒന്ന് വൃത്തിയാക്കി അവർക്കല്പം വളമിട്ട് ചുവട് ചെക്കി ചെറിയ കൂന പിടിച്ചു കൊടുത്തു. ചാരവും ജൈവവളവും ചേർന്ന മിശ്രിതമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി വീടിന്റെ പുറകുവശമാണ് വൃത്തിയാക്കിയത്. കുറച്ചു ഭാഗം കാട് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഈ കഠിനമായ ചൂടിൽ ഇടജന്തുക്കൾ അവിടെ താവളമാക്കാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം മഞ്ഞൾ വിളവെടുപ്പിലേക്ക് കടന്നു. കുറെ നാളുകളായി മഞ്ഞൾ തണ്ടുകൾ ഉണങ്ങി പാകമായി നിൽക്കുകയായിരുന്നു. കുംഭമാസം തുടങ്ങിയല്ലോ, ഇനി എപ്പോൾ വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാം. മഴ പെയ്താൽ മണ്ണിലുള്ള മഞ്ഞൾ വീണ്ടും മുളയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വിളവെടുത്തത്. ഇനി ഇത് പുഴുങ്ങി അരിഞ്ഞുണങ്ങി സൂക്ഷിക്കണം. അടുക്കളയിലെ മഞ്ഞൾപ്പൊടി തീരുമ്പോൾ ഇതെടുത്ത് പൊടിപ്പിക്കാം. നേരത്തെ പൊടിച്ചു വെച്ചാൽ കാലാധിക്യം കാരണം പൂത്തുപോകാൻ സാധ്യതകൾ കൂടുതലാണ്. പോരെങ്കിൽ കറികൾ കരയ്ക്കുമ്പോൾ ഈ ഉണങ്ങിയ മഞ്ഞൾ കഷ്ണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിനിടയിൽ പറമ്പിൽ നിന്നും കുറച്ച് തേങ്ങകൾ കിട്ടിയിരുന്നു. അവ അപ്പോൾ തന്നെ പൊതിച്ചു മാറ്റി. പിന്നീട് നേരെ പോയത് മുൻവശത്തെ ഗാർഡനിലേക്കാണ്. അവിടെ കുറച്ച് ദിവസമായി എന്റെ പരിചരണം കാത്തു നിൽക്കുന്ന 2 റോസാ ചെടികൾ ഉണ്ടായിരുന്നു. 2 ചെടികളും വല്ലാതെ പടർന്ന് ഇലകളൊക്കെ മുരടിച്ച് കീടങ്ങളുടെ ആക്രമണത്തിൽ തളർന്നു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അവരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഹാർഡ് പ്രൂണിംഗ് ചെയ്തു. ശേഷം ചുവട്ടിലെ മണ്ണ് നന്നായി കൊത്തിയിളക്കി വളം ചേർത്ത് ഇലകൾ കൊണ്ട് പൊതിയിട്ട് കൊടുത്തു. ഈ ഇലകൾ പെട്ടെന്ന് തന്നെ മണ്ണിൽ അലിഞ്ഞു ചേർന്നുകൊള്ളും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ കൊടും വെയിലിൽ മണ്ണ് കട്ടിയാവുന്നത് തടയാനും വേരോട്ടം സുഗമമാക്കാനും ഈ പുതയിടൽ സഹായിക്കും. രണ്ടാമത്തെ റോസയുടെ ചുവട്ടിലൂടെ PVC പൈപ്പുകൾ പോകുന്നത് കൊണ്ട് മണ്ണിളക്കാതെ ചകിരിച്ചോറാണ് പൊതിയിടാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നേരം സന്ധ്യയായിരുന്നു. പിന്നീട് നേരെ തോട്ടത്തിലിറങ്ങി ഇലകൾ തിന്ന് നശിപ്പിക്കുന്ന പുഴുക്കളെയും ഒച്ചിനെയും കൈയോടെ പൊക്കി വകവരുത്തി. ഇതൊക്കെയാണ് എന്റെ കൊച്ചു കൊച്ചു ഗാർഡൻ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.